സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിട്ട് വന്നിരിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം മലയാളത്തിൻ്റെ ഇതിഹാസം, മലയാളത്തിൻ്റെ മഹാനടനം, നമ്മുടെ കംപ്ലീറ്റ് ആക്ടറായിട്ടുള്ള മോഹൻലാൽ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിഷമകരമായിട്ടുള്ളൊരു ദിവസമായിരിക്കും ഒരു പക്ഷേ ഇന്നലെയും ഇന്നുമൊക്കെ. ഒരു ന്യൂ ഇയർ ഒക്കെ ആകുമ്പോൾ, പുതിയൊരു വർഷം വരുമ്പോൾ അദ്ദേഹത്തിനെ കാത്തിരുന്നത് ഒരു വലിയ തീരാവേദനയാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. പക്ഷാഘാതത്തെ തുടർന്ന് 10 വർഷമായിട്ട് ചികിത്സയിലായിരുന്ന ആ അമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞു. മലയാളത്തിൻ്റെ മഹാനടനമായിട്ടുള്ള മോഹൻലാൽ എന്ന് പറയുന്ന ഇതിഹാസത്തിനെ നമുക്ക് സമ്മാനിച്ച ആ പ്രിയപ്പെട്ട അമ്മ ഇന്ന് യാത്രയാവുകയാണ്. ഞാനും ആ ഒരു യാത്രാ സമയത്ത്, അല്ലെങ്കിൽ ആ അമ്മയുടെ അവസാന യാത്രാ സമയത്ത് ആ വീട്ടിൽ പോയിരുന്നു. അവിടെ ഒരുപാട് ആളുകളാണ് മോഹൻലാലിനെ കാണാനും അദ്ദേഹത്തിൻ്റെ അമ്മയെ കാണാനും ഒക്കെ ഓടി അങ്ങോട്ടേക്ക് എത്തിയത്. അങ്ങനെ സാംസ്കാരിക സാമൂഹിക മേഖലയിലുള്ള, സിനിമാ മേഖലയിലുള്ള ഒരുപാട് ആളുകളാണ് മോഹൻലാലിനെ കാണാനും ആ അമ്മയെ കണ്ട് യാത്ര അയക്കാനും ഒക്കെ അവിടേക്ക് എത്തിയത്. അങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്ത് മോഹൻലാലിനെ പിന്നീട് ഞാൻ കാണാനിടയുണ്ടായി. അവിടെ വലിയൊരു ക്രൗഡാണ്, ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ മാറുന്നുണ്ടായിരുന്നു. മോഹൻലാൽ എന്ന് പറയുന്നൊരു വ്യക്തി പുറത്തേക്ക് വന്നപ്പോൾ അവർ ആരാധന മൂത്ത് ഒരുപാട് ആളുകൾ ഫോണും പിടിച്ചുകൊണ്ടൊക്കെ അവിടെ പോയി. നമുക്കറിയാം എല്ലായിടത്തും ഇതുപോലെ ഫോണും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകൾ കാണും. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാനും ഫോൺ എടുത്തിട്ട് ഇങ്ങനെ ഒരു വീഡിയോ പകർത്താനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ നിങ്ങൾക്ക് സൈഡിൽ കാണാൻ പറ്റും. അത് വേറൊന്നും കൊണ്ടല്ല, ആ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാനും നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുമായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ചടങ്ങുകൾ ഇന്ന് മോഹൻലാലിൻ്റെ വീട്ടുവളപ്പിൽ വെച്ച്, അതായത് പൂജപ്പുരയിലുള്ള മോഹൻലാലിൻ്റെ വീട്ടുവളപ്പിൽ വെച്ച് തന്നെ സംസ്കാര ചടങ്ങുകൾ നടന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഈ സൈഡിൽ നോക്കിയാൽ അറിയാൻ പറ്റും. പിന്നീട് ഞാൻ കുറേ പോസ്റ്റുകൾ കാണാനിടയുണ്ടായി. മോഹൻലാൽ എന്ന് പറയുന്നൊരു വ്യക്തി അമ്മയോട് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്നൊരു വ്യക്തിയാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മോഹൻലാലിൻ്റെ ഓരോ കാര്യങ്ങളിലും, കവിയൂർ പൊന്നമ്മ ചേച്ചിയായിട്ടുള്ള മോഹൻലാലിൻ്റെ സ്നേഹ സംഭാഷണങ്ങളിലും, അവർ തമ്മിലുള്ള ഓരോ ബോണ്ടിലും, അവർ തമ്മിലിരിക്കുന്ന ഇൻ്റർവ്യൂസിലുമൊക്കെ നമുക്ക് നോക്കി അറിയാൻ പറ്റും. കഥാപാത്രമായിട്ട് മാറുമ്പോഴും റിയൽ ലൈഫിലാണെങ്കിലും അമ്മയോട് മോഹൻലാലിന് ഒരുപാട് ഇഷ്ടമായിരുന്നു. അങ്ങനെ 10 വർഷത്തോളമായിട്ട് അമ്മ പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. അമ്മയ്ക്ക് ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. എന്നിരുന്നാൽ തന്നെയും തൻ്റെ മകൻ്റെ പടങ്ങൾ ഓരോന്നിറങ്ങുമ്പോഴും ആ അമ്മ ഒരുപാട് സന്തോഷിച്ചിരുന്നു എന്നാണ് മോഹൻലാൽ പറയുന്നത്. എല്ലാ അമ്മയ്ക്കും അറിയാമായിരുന്നു, തൻ്റെ മകൻ്റെ പടങ്ങളിൽ അമ്മയ്ക്ക് വില്ലനായിട്ട് മകനെ കാണാൻ താല്പര്യമില്ലായിരുന്നു. വില്ലനായിട്ടും മോശം ഒരു കഥാപാത്രമായിട്ടും മോഹൻലാലിനെ കാണാൻ താല്പര്യമില്ല. എപ്പോഴും ചിരിച്ച്, എപ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന ഒരു മോഹൻലാലിനെ ആയിരുന്നു സിനിമയിലും റിയൽ ലൈഫിലും അമ്മയ്ക്ക് കാണാൻ താല്പര്യമുണ്ടായിരുന്നത്. റിയൽ ലൈഫിൽ ഒട്ടും ദേഷ്യപ്പെടാത്തൊരു നല്ല ലാലു ആയിരുന്നു എൻ്റെ മകനെന്നാണ് ആ അമ്മ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ആ ഒരു മകന് എങ്ങനെയാണ് ആ അമ്മയുടെ ഒരു വിയോഗം സഹിക്കാൻ പറ്റുക? സഹിക്കുന്നതിനേക്കാളൊക്കെ അപ്പുറമാണ്. കാരണം മോഹൻലാലിൻ്റെ മുഖം കാണുമ്പോഴേ അറിയാം. ഞാൻ പോകുമ്പോഴും മോഹൻലാലിനെ നേരിട്ട് കണ്ട സമയത്ത് മോഹൻലാൽ എന്ന് പറയുന്നൊരു മനുഷ്യൻ്റെ ആ മുഖത്ത് നല്ല വിഷമമായിരുന്നു. ആ മുഖത്ത് മാത്രമല്ല, അയാളുടെ ഉള്ളിൽ നല്ല വിഷമമായിരുന്നു. സ്വന്തം അമ്മയാണല്ലോ പോയത്, ഇനിയും പ്രിയപ്പെട്ട ആരും കൂടെ ഇല്ല എന്നുള്ളൊരു വിഷമം. അപ്പോൾ അതിൽ മമ്മൂക്ക, അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ കാണാൻ പോയി. മമ്മൂക്ക പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്കെല്ലാം പ്രിയപ്പെട്ട ഒരാളുടെ വേർപാടിൽ എൻ്റെ ഹൃദയം കനക്കുന്നു, പ്രിയപ്പെട്ട ലാൽ ധൈര്യമായിരിക്കും എന്നാണ് മമ്മൂക്ക പറഞ്ഞത്. അദ്ദേഹത്തിന് ഒരുപാട് വിഷമമുണ്ട്. കാരണം ആ വീടുമായിട്ടൊരു നല്ല സൗഹൃദം ഉണ്ടായിരുന്നൊരു വ്യക്തി കൂടിയായിരുന്നു മമ്മൂക്ക. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് ആളുകൾ ഇൻ്റർവ്യൂസിലൊക്കെ പറയുന്നത് നമ്മൾ കണ്ടാണ്. ആ അമ്മയുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു പിടി ചോറ് തരാതെ നമ്മളെ ആ അമ്മ യാത്ര അയക്കില്ല. എപ്പോഴും അമ്മ നമുക്ക് ചോറ് വാരി തരാനും, അല്ലെ ചോറെടുത്ത് തരാനും ആ സ്നേഹം കൊണ്ട് നമ്മളെ പൊതിയുമായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. അപ്പം അങ്ങനെ മോഹൻലാലിനെ പിന്നെ നമ്മൾ കണ്ടതാണ്, അമ്മയുടെ ഒരു ബർത്ത്ഡേ പോലും മിസ് ചെയ്യാതെ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും അവിടേക്ക് ഓടിയെത്തുന്ന ഒരു മോഹൻലാലിനെ. അത് എവിടെയാണെങ്കിലും, അമ്മ ഇപ്പോൾ പത്തനംതിട്ടയിലാണോ അല്ലെങ്കിൽ തിരുവനന്തപുരത്താണോ എറണാകുളത്താണോ, അമ്മ എവിടെയാണെങ്കിലും തൻ്റെ മകൻ, അതായത് മോഹൻലാൽ ഇപ്പോൾ എവിടെയുണ്ട്, ഇപ്പോൾ കേരളത്തിന് പുറത്താണെങ്കിലും അകത്താണെങ്കിലും ആ സമയം അവിടെ ഓടിയെത്തിയിരിക്കും. അങ്ങനെ പതിവ് പോലെ, അല്ലെങ്കിൽ അങ്ങനെ എപ്പോഴും ഓടിയെത്തിരുന്ന ഒരു മോഹൻലാലായിരുന്നു. ഇനി ഓടിയെത്താൻ തൻ്റെ അമ്മ കൂടെ ഇല്ല എന്നുള്ളൊരു കാര്യം അറിയുമ്പോൾ അദ്ദേഹത്തിന് നല്ല വിഷമം ഉണ്ടാവും. ആ വിഷമത്തിൽ നമ്മളും പങ്കാളികളാവുന്നു, അല്ലെങ്കിൽ നമ്മളും ഒത്തുചേരുന്നു. അപ്പം അങ്ങനെ ആ മോഹൻലാൽ തൻ്റെ അമ്മയെപ്പറ്റി പറയുന്ന 2 വീഡിയോസ് ഉണ്ട്. ഞാൻ ആ ഒരു വീഡിയോ ആദ്യം ഒന്ന് പ്ലേ ചെയ്യാം. ആ അമ്മ ബറോസ് എന്ന് പറയുന്ന സിനിമ, ആ സിനിമയിലെ പാട്ടുകളൊക്കെ അമ്മയെ കാണിക്കുമായിരുന്നു. തനിക്കുള്ളൊരു വിഷമം, ആ സിനിമ അമ്മയും ഒത്ത് തിയേറ്ററിൽ ഇരുന്ന് കാണാൻ സാധിച്ചില്ല, അമ്മയെ സിനിമ കാണിക്കാൻ സാധിച്ചില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ എന്ന് മോഹൻലാൽ പറയുന്ന ഒരു വീഡിയോ. എന്തായാലും ഞാനൊന്ന് പ്ലേ ചെയ്യാതെ കണ്ടിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. ഞാൻ ഇന്നും എൻ്റെ അമ്മയെ കണ്ടിട്ടാണ് വരുന്നത്. എൻ്റെ അമ്മ സുഖമില്ലാതിരിക്കുകയാണ്. So did you tell the story of Baros to your mother, and what did your mother say? അമ്മയ്ക്കൊരു 8, 9, 10 വർഷമായിട്ട് അമ്മ ബെഡ് റിഡൺ ആണ്. പക്ഷെ അമ്മയ്ക്ക് അറിയാം ഞാനിങ്ങനെ സിനിമ ചെയ്യുന്നു എന്നുള്ളത്. അപ്പം ഞാൻ അമ്മയെ ആ സിനിമയിലെ പാട്ടൊക്കെ പോയി കേൾപ്പിച്ചു. എനിക്കുള്ളൊരു സങ്കടം, അമ്മയെ ഒരു തിയേറ്ററിൽ കൊണ്ടുപോയി 3D കണ്ണാടി വെച്ച് ആ സിനിമ കാണിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സങ്കടം കൂടെ ഉണ്ട്. പക്ഷേ അമ്മയെ നമ്മൾ വേറൊരു തരത്തിൽ, അല്ലെങ്കിൽ 2Dയിലാക്കി ആ സിനിമ കാണിക്കും. എൻ്റെ അമ്മയ്ക്ക് തിയേറ്ററിലൊന്നും പോകാൻ പറ്റില്ല. അപ്പം ബാക്കി എൻ്റെ സിനിമകളോ കാര്യങ്ങളൊക്കെ TV-യിലൊക്കെ കാണും. എൻ്റെ എല്ലാ ചിത്രവും ഞാൻ ചിലപ്പോൾ ഒരു വേറെ തിയേറ്ററിൽ പോകാതെ ഞാൻ കാണിച്ചു കൊടുക്കാറുണ്ട്. ഒരു പെൻ ഡ്രൈവിലൊക്കെ ആക്കി അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കാറുണ്ട്. ആ കുട്ടി എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത്, അല്ലെ എങ്ങനെയാണ് കാണിക്കുന്നത് ചോദിക്കുമ്പോൾ ലാലേട്ടൻ കൊടുക്കുന്ന മറുപടിയാണ് നമ്മൾ കാണുന്നത്.
ആ ഒരു വാക്കുകളിൽ തന്നെ അമ്മയോടുള്ള വലിയ സ്നേഹം നമുക്ക് കാണാൻ സാധിക്കും. വേറൊരു ഇൻ്റർവ്യൂവിൽ മോഹൻലാൽ അമ്മയെ പറ്റി പറഞ്ഞൊരു കാര്യം, കവിയൂർ പൊന്നമ്മ ചേച്ചിയെ അടുത്തിരുത്തിക്കൊണ്ട് സ്വന്തം അമ്മയെ പറ്റി പറയുന്നൊരു കാര്യമുണ്ട്. അതിൽ മോഹൻലാൽ എടുത്തു പറയുന്നത്, ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാ സ്ത്രീകൾക്കും നമ്മുടെ അമ്മമാരുടെ ഷേപ്പാണ്, അല്ലെങ്കിൽ എല്ലാ ആളുകൾക്കും നമ്മുടെ അമ്മയുടെ ഒരു ഷേപ്പ് വരും. അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണെന്നാണ് മോഹൻലാൽ പറയുന്നത്. അത് ശരിയാണോ മോഹൻലാൽ പറഞ്ഞത്? സത്യമാണല്ലേ? ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ കാണുന്നവരെല്ലാം നമുക്ക് അമ്മമാരാണ്. അത് പ്രായം കൊണ്ടല്ല, അവരുടെ രൂപം കൊണ്ടുമൊക്കെയും അവരുടെ പെരുമാറ്റം കൊണ്ടൊക്കെയും അവരൊക്കെ നമുക്കൊരു അമ്മയായിട്ട് നമുക്ക് തോന്നാം. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ കൂടെ കണ്ടു നോക്കാം. അമ്മയും പൊന്നമ്മ ചേച്ചിയുമായിട്ട് ഇങ്ങനെ എന്തെങ്കിലും സ്വഭാവത്തിലൊക്കെ ഞാനെന്റെ അമ്മ പറയാറുള്ളത് അവൻ എൻ്റെ അടുത്ത് കാണിക്കുന്ന പോലൊക്കെയാണ് പൊന്നമ്മ അടുത്ത് കാണിക്കുന്നത്. ശരി. അങ്ങനെ പിന്നെ ചേച്ചി അമ്മയായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഒരു ടെലിവിഷൻ ചാനലിൽ. ആ. അപ്പോൾ രണ്ടുപേരും ഏതാണ്ട് ഒരു അമ്മമാരെന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ എല്ലാ സ്ത്രീകൾക്കും അമ്മമാരുടെ മുഖച്ഛായ ഉണ്ടാകുന്നതാണ് ഒരു പ്രായം കഴിയുമ്പോൾ. അങ്ങനെയാണ്. അപ്പോൾ പല റിലേറ്റ് ചെയ്യാൻ പറ്റും അമ്മ എന്ന് പറയുന്നത്. കണ്ടില്ലേ, അതാണ് മോഹൻലാൽ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അമ്മമാർക്ക് ഒരു പ്രായം കഴിഞ്ഞാൽ സ്ത്രീകൾക്കെല്ലാം അമ്മയുടെ ഷേപ്പായിരിക്കും, നമുക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ്. നമുക്ക് വേറൊരു വീഡിയോ ഇവിടെ നിന്ന് കണ്ടു നോക്കാം. മോഹൻലാൽ അമ്മയെ പറ്റി പറയുന്ന വേറൊരു വീഡിയോ. പെറ്റമ്മയെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ. പെറ്റമ്മ എങ്ങനെയാണ് ഈ രംഗത്തെ പ്രോത്സാഹനം തന്നിട്ടുണ്ടോ? കോളേജ് പഠിക്കുന്ന സമയത്തൊക്കെ പെട്ടെന്ന് സിനിമയിൽ അഭിനയിക്കണമെന്നൊക്കെ പറയുമ്പോൾ ഒരിക്കലും അവർ എസ് എന്ന് പറയാറില്ല പലപ്പോഴും, അല്ലേ? അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ആദ്യം പ്രീ ഡിഗ്രിയൊക്കെ പഠിക്കുന്ന സമയത്ത് അവർ പറഞ്ഞു, നിങ്ങളൊരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് ഇഷ്ടമുള്ള പോലെ ചെയ്തോളാൻ പറഞ്ഞു. ആ സമയത്ത് ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. ഞാൻ റിസൾട്ട് അറിയുന്നത് ഈ മഞ്ഞൾ പിരിഞ്ഞ പൂക്കളുടെ ലൊക്കേഷനിൽ വെച്ചാണ്. അല്ലാതെ അവർ അതിനെ അങ്ങനെ എതിരൊന്നും പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞ കാര്യം ഞാൻ ചെയ്തു, ഞാൻ പറഞ്ഞ കാര്യം അവരും ചെയ്തു. കണ്ടില്ലേ, ഇതാണ് മോഹൻലാൽ പറഞ്ഞിരിക്കുന്നത്. അത് സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന സമയത്ത് വീട്ടുകാർ പറഞ്ഞത്, നിന്റെ ഡിഗ്രി ആദ്യം നീ ചെയ്യ്, അല്ലെങ്കിൽ നിന്റെ എന്താണ് നിനക്ക് ചെയ്യാനുള്ളത് അത് ആദ്യം ചെയ്യ്, അതിനുശേഷം നമുക്ക് സിനിമയെ പറ്റി ആലോചിക്കാം. ഞാൻ അതുകൊണ്ട് തന്നെ അമ്മയും അച്ഛനും പറഞ്ഞാൽ അമ്മ പറഞ്ഞ വാക്ക് കേട്ടു, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു, അതിനുശേഷമാണ് സിനിമയിലേക്ക് വന്നത്. എല്ലാ അമ്മമാരും പറയുന്നത് പോലെ, എല്ലാ അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്നത് പോലെ തന്നെയാണ് അവരും ആഗ്രഹിച്ചത്. അതിനൊപ്പം ഞാനും നിന്നു എന്നാണ് മോഹൻലാൽ പറയുന്നത്. അതിനുശേഷമാണ് മോഹൻലാൽ എന്ന് പറയുന്നൊരു മഹാവിസ്മയത്തിന്, നടന വിസ്മയത്തിന് നമുക്ക് കിട്ടിയത്. ഇപ്പോൾ ഇതാ മോഹൻലാലിന് ഏറ്റവും വിഷമകരമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ കൂടി മോഹൻലാൽ കടന്നു പോകുന്നു. ഈ സമയവും അത് കടന്നു പോകുന്ന ഞാൻ പ്രത്യേകിച്ച് പറയണം. മോഹൻലാലിൻ്റെ ഒരു വിഷമത്തിൽ നിന്ന് എല്ലാം മാറി മോഹൻലാൽ പെട്ടെന്ന് തന്നെ തിരികെ വരട്ടെ. ആ അമ്മ എന്നും മോഹൻലാലിനോടൊപ്പം ഉണ്ടാകും. ജീവിച്ചിരിക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടി എന്തെങ്കിലും നല്ലത് ചെയ്യുക എന്നുള്ളതാണ് ഏതൊരു മക്കളുടെയും അല്ലെങ്കിൽ ഏതൊരു മനുഷ്യൻ്റെയും ഒരു കർത്തവ്യം, അല്ലെങ്കിൽ ഒരു നല്ല പ്രവൃത്തി എന്ന് പറയുന്നത്. മരിച്ചു കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ അമ്മയെ എത്ര സ്നേഹിച്ചിരുന്നു, അമ്മയോട് എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു എന്ന് പറയുന്നതിൽ ഒരു കാര്യവുമില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ മോഹൻലാൽ എന്ന് പറയുന്നൊരു വ്യക്തി കഴിഞ്ഞ 10 വർഷമായിട്ട് അമ്മ ബെഡ് റിട്ടൺ ആയിരുന്നു. അമ്മയ്ക്ക് എഴുന്നേൽക്കാൻ പോലും സാധിക്കത്തില്ല. അപ്പോൾ എപ്പോഴും മോഹൻലാലിന് അമ്മയോടൊപ്പം തന്നെ വേണമെന്നും, അല്ലെങ്കിൽ അമ്മയ്ക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതെല്ലാം മോഹൻലാൽ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ നല്ലൊരു മകൻ, അമ്മയ്ക്ക് അല്ലെങ്കിൽ അമ്മയെ എപ്പോഴും സന്തോഷിപ്പിച്ച് വെച്ചിട്ടുള്ള, അമ്മയുടെ എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം ഉണ്ടായിരുന്നൊരു നല്ല മകൻ തന്നെയാണ് മോഹൻലാൽ എന്നൊരു കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് മോഹൻലാൽ വീണ്ടും മോഹൻലാലിൻ്റെ ലൈഫിലേക്ക് തന്നെ തിരികെ വരട്ടെ. മോഹൻലാലിൻ്റെ വിഷമത്തിൽ നമ്മളും പങ്കാളികളാവുന്നു, അല്ലെങ്കിൽ ഒത്തുചേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്.